എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ദാൽ കിച്ചടിയാണ്. ദാൽ കിച്ചടി എന്നൊക്കെ പറയുമ്പം മലയാളികൾക്ക് അധികം സുപരിചിതമല്ലാത്ത വളരെ രുചികരമായ ഒരു റെസിപ്പിയാണ്. ഇതുണ്ടാക്കുന്നത് വളരെ ഈസിയാണ്. ചെറുപയറിൻ്റെ പരിപ്പും പച്ചരിയുമാണ്. പച്ചരി നമുക്ക് ബിരിയാണി റൈസിൻ്റെ അരി ഉണ്ടെങ്കിൽ അതായിരിക്കും കൂടുതൽ നല്ലത്, ചെറിയ അരി. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ചെറുപയറിൻ്റെ പരിപ്പാണ്. ആ അളവിൽ തന്നെയാണ് റൈസും എടുത്തിരിക്കുന്നത്. ജീരകശാലയോ നമ്മുടെ റോസ് ബിരിയാണിയുടെ റൈസോ അതൊക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. അതൊന്നും ഇല്ലെങ്കിൽ സാധാ പച്ചരി ആണെങ്കിലും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇത് രണ്ടും കൂടെ നമുക്ക് നിന്ന് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റ് സമയത്തേന് കുതിർത്ത് വെക്കണം. 10 മിനിറ്റ് സമയം കുതിർത്ത് വെച്ചതിന് ശേഷം വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിത് 10 മിനിറ്റ് സമയത്തിന് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അരിയും പരിപ്പുമൊക്കെ ഒരുമാതിരി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒരു 2-3 വട്ടം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. കഴുകി ക്ലീൻ ചെയ്ത് വെള്ളമൊന്ന് ഊറ്റിക്കളയുക. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോഴത്തേനും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അരിയും പരിപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഒരു 2-3 മിനിറ്റ് സമയം ഇതിനകത്ത് ഈ നെയ്യിലിട്ട് ഈ അരിയും പയറും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരുപാട് അങ്ങ് ഫ്രൈ ആകുമൊന്നും വേണ്ട. ആ പരിപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ ആദ്യം നമ്മൾ പരിപ്പ് പായസത്തിനൊക്കെ വറുക്കുന്ന പോലെ ചെറുതായിട്ടൊന്ന് വറുത്തും ചേർക്കാം. അങ്ങനെ ചേർത്താലും കുഴപ്പമില്ല. ഇതാകുമ്പോൾ എളുപ്പമാണ്. ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. കിച്ചടിക്ക് പൊതുവെ ഒരു മഞ്ഞ കളറിലായിരിക്കും ഉണ്ടാവുക. ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടുകൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ആയതിന് ശേഷം നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കെറ്റിൽ ഞാൻ വെള്ളം തിളപ്പിച്ചത് 3 ചായ കപ്പ് അല്ലെങ്കിൽ ഇതുപോലെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. തിളച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് കേട്ടോ, പച്ചവെള്ളത്തിനേക്കാളും. അപ്പോൾ ഈ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ മിക്സാക്കി കുക്കർ അടച്ച് ഒരു 5 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിലും ബാക്കി പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലും കുക്കാക്കി എടുക്കുക. അന്നേരം പെട്ടെന്ന് കുക്കായിക്കോളും. ഇപ്പോൾ 5 വിസിൽ വന്നിട്ടുണ്ട്. വിസിൽ വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അരിയും പയറും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ ഒരു പരുവ് മതിയായിരിക്കും. നന്നായിട്ട് വെന്ത് കുഴഞ്ഞതിന് ഇത് വരണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ടേസ്റ്റ് ഒന്നുകൂടെ കൂട്ടുന്നതിന് വേണ്ടി കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി ഇത് മാറ്റി വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു പാൻ വെച്ച് അതിനകത്തേക്ക് 1 സ്പൂൺ എണ്ണയും 1 സ്പൂൺ നെയ്യൂടെ ചേർത്ത് കൊടുക്കുക. നെയ്യ് തന്നെയാണെങ്കിലും ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം എണ്ണയ്ക്ക് പകരം. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പിന്നെയും ചേർത്ത് കൊടുക്കുക. അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി 1 സ്പൂൺ ചതച്ചതും ഇഞ്ചി 1 സ്പൂൺ ചതച്ചതുമാണ്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം പിന്നെ നമുക്ക് അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സവോളയാണ്. 1 സവോളയാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേനും വഴന്ന് വരുമ്പോഴത്തേനും 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് കട്ടാക്കിയത് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 തക്കാളിയാണ്. ആ തക്കാളി ഒന്ന് സോഫ്റ്റ് ആകുന്നതിന് വേണ്ടി ഇളക്കി ഒന്ന് അടച്ചു വെച്ച് ഒരു 2-3 മിനിറ്റ് സമയം നമ്മളൊന്ന് വെച്ച് കൊടുക്കുക. തക്കാളി സോഫ്റ്റായി വന്നതിന് ശേഷം പിന്നെ അടുത്ത മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടിയും കൂടിയാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മതിയാവും ഗരം മസാലപ്പൊടി. 1 നുള്ള് കായപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നമ്മൾ കുക്കാക്കി വെച്ചിരിക്കുന്ന റൈസിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പരിപ്പും റൈസും കൂടെ വേവിച്ചതാണിത്. അപ്പം
ഇതിനകത്ത് അല്പം വെള്ളം കുറവുണ്ട്. ഇനി നമ്മൾ തിളപ്പിച്ച വെള്ളം ഒരു അരക്കപ്പും കൊണ്ട് ഞാൻ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ തക്കാളി സവോളയൊക്കെ വഴറ്റിയ സമയത്ത് ഇതിനകത്തേക്ക് ക്യാരറ്റ്, ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ രുചികരമായ ഒരു കിടിലൻ ദാൽ കിച്ചടിയുടെ റെസിപ്പിയാണ്. നമ്മൾ മലയാളികൾക്ക് അധികം പരിചയമില്ല. പൊടിയരിക്കഞ്ഞൊക്കെ കുടിക്കുന്ന ഒരു ലാഘവത്തോടുകൂടി വയറിന് നല്ല സുഖമായിരിക്കും ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഒന്ന് എത്തിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.